ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനും അലീനയും കൃഷ്ണമോളും കൂടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ആ സമയത്താണെങ്കിൽ ബബിത സ്വന്തം കാമുകനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വണ്ടിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബാലേന്ദ്രനെയും അലീനയെയും ഒക്കെ കണ്ട ഷോക്കിൽ തന്നെ അപ്പം തന്നെ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വൈജയുടെ അടുത്ത്. അമ്മ, അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ട്, കൂടെ ആ അലീനയും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കി നിൽക്കെ ബാലേന്ദ്രൻ ആദ്യം വന്ന് കയറുന്നു, പിന്നീട് അലീന കയറുന്നു. ഇതൊക്കെ കണ്ട ഷോക്കിൽ നിൽക്കുകയാണ് ബബിതയും രോഹിത്തൊക്കെ കേട്ടോ. അപ്പൊ തന്നെ വൈജയുടെ അടുത്ത് നമ്മുടെ ബാലേന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഒരു മകളെ പോലെ ഇവളെ സ്നേഹിച്ച് വളർത്താമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ നിന്റെ ജീവിതം ദുരിതമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ എല്ലാ ആള് അപ്പൊ തന്നെ മറുപടി കൊടുക്കാണ്, എനിക്ക് ദുരിതം മതി, സൗഖ്യമൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ മുത്തശ്ശി കേൾക്കെ തന്നെ ബാലേന്ദ്രൻ പറയും, ഇതേ നെടുമ്പുരക്കൽ ബാലേന്ദ്ര മേനോൻ ഉണ്ടാക്കി വെച്ച വീടാണ്, അല്ലാതെ കൈതക്കൽ മാളിക വീടല്ല നിന്നിങ്ങനെ പ്രസംഗിക്കാൻ. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് അത് ഭയങ്കര സങ്കടമാവാണ്. കാരണം വീണ്ടും അവരൊരു പ്രശ്നത്തിലേക്ക് പോവാണല്ലോ അലീന കാരണം. അത് കഴിഞ്ഞിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ കൃഷ്ണമോൾ വന്ന് വൈജയോട് പറയുന്നുണ്ട്, അമ്മേ, അച്ഛനോടുള്ള ഈ വാശി നിർത്തിയില്ലെങ്കിൽ അമ്മ വീഴാൻ പോകുന്നതേ പടുകുഴിയിലേക്കെന്ന് പറയുമ്പോൾ കൃഷ്ണമോള് വരെ ആകെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ള ആ ഒരു ഷോക്കിൽ നിൽക്കുവാണ് കേട്ടോ വൈജ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രൊമോ വിശേഷം.